അപ്പോൾ നമ്മളൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു പോർട്ടബിൾ ഫാനാണ്. സമ്മറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫാനാണ്. ഞാൻ പർപ്പിൾ കളറിലെ ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു പർപ്പിൾ കളറിലെ ഫാനാണ് വാങ്ങിച്ചത്. ഇതാണ് എൻ്റെ ലുക്ക്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഫാനാണ്. നമുക്ക് ലൈക്ക് ഭയങ്കരമായിട്ട് ചൂടെടുത്തിരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്ലാസ്റ്റിക്കാണ് വരുന്നത് മെറ്റീരിയൽ. അതിൻ്റെ സൈഡിലൊരു ചെറിയ സ്ലൈഡിങ് ബട്ടൺ ഉണ്ട്. അത് മുകളിലോട്ടാക്കിയാൽ ഫാൻ ഓൺ ആവും. ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല കാറ്റ് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൻ. എൻ്റെ ഒപ്പീനിയൻ ഒരു 9 out of 10 കൊടുക്കാം. അടുത്തത് നമ്മളൊരു 2-nib അക്രലിക് മാർക്കറാണ്. ഇതിന് 12 കളേഴ്സാണ് വരുന്നത്. 2-nib, അതായത് ഒരു ഹൈലൈറ്റർ ടിപ്പ്, പിന്നെ ഒരു നോർമൽ സ്കെച്ചിൻ്റെ കൂട്ടത്തെ ഒരു ടിപ്പുമാണ് വരുന്നത്. 12 കളേഴ്സാണ് ഇതിൽ വരുന്നത്. ഞാൻ ഇതിൻ്റെ സ്വാച്ച് ടെസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് 120 ഷെയ്ഡിൽ വരുന്ന ബ്ലാക്ക് മാർക്കറാണ്. 2-nib വരുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഹൈലൈറ്റർ ടിപ്പാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കവറേജ് തന്നെ തരുന്നുണ്ട്. അതാണ് ഹൈലൈറ്റർ ടിപ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നോർമൽ സ്കെച്ച് ടിപ്പ്. അതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് എഴുതാനൊക്കെ പറ്റും. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറാണ്. അതിൻ്റെ പേര് പീൽ പർപ്പിൾ. 89 ആണ് ഷെയ്ഡ് വരുന്നത്. ബട്ട് കണ്ടാൽ ഒരു പിങ്ക് ഷെയ്ഡാണത്. പേൽ പർപ്പിൾ എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. അതും അത്യാവശ്യം നല്ല കവറേജ് തന്നെ തരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബാഡ് സൈഡെന്ന് പറയാനുണ്ടെങ്കിൽ അത് പേപ്പർ നല്ല തിക്കായിട്ടുള്ള പേപ്പർ ഇത് വരയ്ക്കുമ്പോൾ എടുക്കാൻ ശ്രമിക്കുക. പേപ്പറിൻ്റെ ബാക്കിൽ ഈ പെൻ ബ്ലീഡ് ആവുന്നുണ്ട്. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് സ്കാർലറ്റ് ആണ്. 13 ഷെയ്ഡാണ് വരുന്നത്. ഫസ്റ്റ് ഞാൻ ബോട്ട് ടിപ്പ് തന്നെയാണ് സെലക്ട് ചെയ്തത്. ഇതും അത്യാവശ്യം നല്ല കവറേജ് തന്നെ തരുന്നുണ്ട്. നെക്സ്റ്റ് റൗണ്ട് ടിപ്പ്. നമുക്ക് സ്മൂത്ത് ലൈൻസ് ഒക്കെ ആ ടിപ്പ് കൊണ്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് 70 എന്ന് പറയുന്ന ഷെയ്ഡാണ് വരുന്നത്. റോയൽ ബ്ലൂ ആണ്. ഫസ്റ്റ് ഞാൻ ബോട്ട് ടിപ്പാണ് എടുത്തിരിക്കുന്നത്. അതും നല്ലൊരു ഡാർക്ക് കളറാണ്. സ്മൂത്തായിട്ട് നമുക്ക് എഴുതാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ കളറിൻ്റെ സ്വാച്ചിങ് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ബ്രൗൺ കളറാണ്. ബ്രൗൺ കളർ. ഇതും സ്മൂത്താണ്. നെക്സ്റ്റ് ഒരു പർപ്പിൾ ബ്ലൂ കളറാണ്. ഇതാണ് ഇതിൻ്റെ എല്ലാം സ്വാച്ചിങ് ടെസ്റ്റിൻ്റെ റിസൾട്ട്സ്. അത്യാവശ്യം നല്ല കളേഴ്സ് തന്നെയാണ്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തിക്കായിട്ടുള്ള പേപ്പറിൽ വരയ്ക്കാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചൊരു സാറ്റിൻ റിബണാണ്. എനിക്ക് ഈ ചെറിയ ബോസ് ഇല്ലേ, അത് ടൈ ചെയ്യാൻ ഓരോരുത്തടുത്തൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അത് വാങ്ങിച്ചത്. നെക്സ്റ്റ് ഒരു പോർട്ടബിൾ മിററാണ്. ഈ ഒരു പോർട്ടബിൾ മിറർ ഒരു ലെതർ ഫിനിഷ് പോലൊക്കെ വരുന്ന ഒരു മെറ്റീരിയലാണ് അതിൻ്റെ മണ്ടയ്ക്കുള്ളത്.
അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാൻ ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം 2 സൈഡിലും നല്ല ക്ലിയർ ആയിട്ടുള്ള മിറേഴ്സാണ് വരുന്നത്. 2 സൈഡഡ് മിററാണ്, അതായത് അതിൻ്റെ 2 സൈഡിലും മിറർ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ലെതർ ഫിനിഷ് പോലെ വരുന്ന ഒരു മെറ്റീരിയലാണ് അത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ബൈൻഡർ റിങ്ങാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്കൊരു ബൈൻഡർ ഫോൾഡർ ഉണ്ട്, ബട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ പേപ്പേഴ്സൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ബൈൻഡർ റിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ, ഹാവ് എ നൈസ് ഡേ.